ഗൾഫ് മേഖലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ UAE ഡിഫൻസ് കൗൺസിൽ യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പ്രതിരോധ മേഖലയിലെ വിവിധ സാധ്യതകൾ യോഗത്തിൽ ചർച്ചയായി. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഈ വർഷത്തെ രണ്ടാമത്തെ ഡിഫൻസ് കൗൺസിൽ യോഗമായിരുന്നു ഇത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനനുസൃതമായി പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയും നിലവിലെ സാഹചര്യവും യോഗം വിലയിരുത്തി. നിലവിലെ പ്രാദേശിക അന്തർദേശീയ സാഹചര്യത്തിനനുസരിച്ച് പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തണം. അടിക്കടി സ്ഥിതിഗതികൾ വിലയിരുത്തണം. പ്രതിരോധ സേനയെ ആധുനികവൽക്കരിക്കുന്ന പദ്ധതികൾക്കൊപ്പം AI സാന്നിധ്യം ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്രദമാക്കാമെന്നും ചർച്ചയായി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻഗണനകളെയും ദീർഘകാല വികസനത്തെയും പിന്തുണയ്ക്കുന്ന ഭാവി പദ്ധതികളും യോഗം അവലോകനം ചെയ്തു. UAE സായുധ സേന സ്റ്റാഫ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഇസ സെയ്ഫ് ബിൻ അബ്ലാൻ അൽ മസ്രൂയി, പ്രതിരോധ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇബ്രാഹിം നാസർ അൽ അലവി എന്നിവരും മുതിർന്ന സായുധ സേനാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.